ഗൈസ് നമസ്കാരം, സന്തോഷമാണ്. എന്നിട്ട് വിശേഷം സുഖമായിട്ട് പോകുന്നു. നമ്മുടെ മൂവാണ്ട മാവേലെല്ലാം ഇക്കൊല്ലം കായായിന് കേട്ടാ. പൂവെല്ലാം വന്നിട്ട് കായായിട്ടുണ്ട്, നിറച്ചുമായിട്ടുണ്ട് കേട്ടാ. ഇത് കാണാമോയെന്നറിയില്ല, കാണുന്നുണ്ടാ? ഇതുണ്ടാ, നല്ല മൂവാണ്ടനാട്ടാ, ഒറിജിനൽ മൂവാണ്ടൻ, നിറച്ചും കായായിട്ടുണ്ട്. അപ്പോൾ നെല്ലി, അടുത്ത നെല്ലിയാട്ടാ. നെല്ലി രണ്ടുപേരും കൂടെ അടുത്തടുത്താണ് നിൽക്കുന്നത് കേട്ടോ. കായായിട്ടുണ്ട്. കായ് കാണാവോ? കാണുന്നുണ്ടെന്ന് തോന്നി വിചാരിക്കുന്നല്ലേ? അതാ കാണുന്നുണ്ട്. അടിപൊളിയാണ് കേട്ടാ. അത് നാടൻ നെല്ലിയ കേട്ടാ, നല്ല കുറുകിയൊക്കെ നിൽക്കുന്നുണ്ട. നാടൻ നെല്ലിയ, ബ്ലോക്ക് നെല്ലിയൊന്നുമല്ല, നാടൻ നെല്ലിയ. അപ്പോൾ അതിൽ കായായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൂവാണ്ടം കണ്ടു, നാടൻ നെല്ലിമരം കണ്ടു. ഇനിയുണ്ടല്ലോ, ഇനി നമ്മൾ നടക്കും കേട്ടോ. നമ്മൾ തോട്ടത്തിൽ കൂടെ ഇങ്ങനെ നടന്ന് ഞാൻ നിങ്ങളോട് പറയാറില്ലേ, ഇപ്പോഴും ഞാൻ രാവിലെ റബ്ബർ വെട്ടാൻ പോകുന്ന കാര്യം പറയാറില്ലേ. അപ്പോൾ ഞാൻ രാവിലെ ഇന്ന് ലൈവിലൊക്കെ പറയുന്ന സമയത്ത് എല്ലാവരും എന്നോട് ചോദിച്ചു, അപ്പോൾ റബ്ബർ വെട്ടിയിട്ട് സന്തോഷ് എന്താ ചെയ്യുന്നത്, അത് പാലെടുക്കണ്ടേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മൾ പാലെടുക്കുകയല്ല ചെയ്യുന്നത്, നമ്മൾ ചിരട്ടപ്പാലെടുക്കുക ചെയ്യുന്നത്. ചിരട്ടയ്ക്കകത്ത് പാല്. അപ്പോൾ അങ്ങോട്ട് യാത്ര ചേട്ടാ. ഇത് ഇവിടെ ഒരു മാവുണ്ട്, അതിൽ കായായിട്ടില്ല. ഇവിടെ ഒരു മാവുണ്ട്, അതിൽ കായായിട്ടില്ല കേട്ടാ, കായായിട്ടില്ല. അപ്പോൾ ഇത് കുറച്ച്, ഇതടുത്തത് മുരിങ്ങ കേട്ടാ. ഇതാണ്ടാ, മുരിങ്ങയിൽ കായായി തുടങ്ങി. നമ്മൾ മുരിങ്ങയിൽ കായായി തുടങ്ങി കേട്ടാ. ഇതെൻ്റെ ജോലി സ്ഥലത്തെ കേട്ടാ. മുരിങ്ങയിൽ കായായി തുടങ്ങിയിട്ടുണ്ട്. കായ് കാണുന്നുണ്ടാ, ചെറിയ കായായിട്ട് തുടങ്ങി. നമ്മൾ ജോലി സ്ഥലത്തേക്ക് ഉള്ളതാട്ടോ ഇതെല്ലാം. അപ്പോൾ നമ്മൾ നടന്ന് റബ്ബറിൻ്റെ വീട്ടിലേക്ക് എത്തി കേട്ടോ. ഇതാ കാണുന്ന റബ്ബർ തോട്ടം നമ്മുടെ ചെറിയ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളുന്ന രീതിയിൽ കുറച്ച് കാണിച്ചു തരാം. ഏകദേശം നല്ലൊരു പാലുള്ള മരത്തിൻ്റെ ചുവട്ടിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇതുണ്ട്, ഇത് അത്യാവശ്യം പാലുള്ള മരം. ഇത് കണ്ടില്ല, ഇതുണ്ടോ? ഇതൊരു ദിവസത്തെ കേട്ടോ. ഇതൊരു ദിവസത്തെ പാലാണ്. അപ്പോൾ ഇത് ഉറഞ്ഞ് പരുവായി കഴിഞ്ഞാൽ ഏകദേശം ഇതുണ്ടോ, ഈ കണ്ടീഷനുണ്ടാവും. കണ്ടിനാ? ഇതൊരു ദിവസത്തെ പാലാണ്. ഏകദേശം ഒരു 200 ഗ്രാം വരും. ഇത്തിരി കാര്യമായിട്ട് വാട്ടമൊന്നും വരില്ല. ഇതിൻ്റെ പുറം ഭാഗം മാത്രം ഒന്ന് പിന്നെ ഉണങ്ങിയിട്ട് ഈ കോലത്തിലാവും. ഇത് കണ്ട, ഏകദേശം ഈ കോലത്തിലായാലും നമുക്കിത് കൊടുക്കാം. ഇതിന് ഏകദേശം ഇവിടെ കുറച്ചും കൂടെ വാങ്ങാനുണ്ട്. ഇത് 112 രൂപ ഉണ്ട് കിലോയ്ക്ക്. ഇതുണ്ട, ഇത് പിന്നെ 2, 3, 4, 4, 2, 6, 2, 8 ദിവസത്തെ കേട്ടോ. അത് 8 എണ്ണം ഉണ്ടാവും. അപ്പോൾ ഒരു 2 കിലോ എടുത്ത് വരും. അപ്പോൾ 8 ദിവസം വെട്ടിക്കഴിഞ്ഞാൽ ശരാശരി ഇത്രയും പാല് കിട്ടുന്ന മരമാണെങ്കിൽ 8 ദിവസം വെട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ഒരു 2 കിലോ എന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്ക് 224 രൂപയ്ക്ക് ഉണ്ടാവും. 224 രൂപ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഒരു ദിവസം 8 ദിവസം ഒരു മരത്തിൽ നിന്നുള്ള വരുമാനമാണ്. അപ്പോൾ നമ്മൾ ജോലിക്ക് മുമ്പായിട്ട് വെളുപ്പിനാണിത് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് പാർട്ട് ടൈമായിട്ട് ചെയ്യുന്ന ജോലിയായ കാരണം ഇത് സ്ഥാപനത്തിൻ്റെ ഉടമയ്ക്ക് ഇതിൻ്റെ പകുതി വിഹിതം നമ്മളവർക്ക് കൊടുക്കണം. അപ്പോൾ നമ്മൾ വെളുപ്പിനെണീറ്റാണ് ഇത് ചെയ്യുന്നത്. ഇന്നലെ നമ്മളിത് വൈകുന്നേരമാണ് വെട്ടിയത് കേട്ടോ, പക്ഷേ വൈകുന്നേരങ്ങളിൽ ചൂടുള്ളത് കൊണ്ട് പാല് കുറവായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ ഇത് നിറയേണ്ടതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായല്ലോ, ഞാൻ റബ്ബർ വെട്ടാൻ പോകുമ്പോൾ എന്താ ചെയ്യുന്നതെന്നുള്ളതും ഏകദേശം നമ്മുടെ നെല്ലിയുടെ കാര്യവും നമ്മുടെ എന്താ പറയുക
നമ്മുടെ മാവ് മൂവാണ്ടൻ മാവൊക്കെ കണ്ടല്ലോ. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ ബൈ, താങ്ക് യു, ബൈ ബൈ, ബൈ ബൈ.